ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ടാരോ റീഡിങ് ചെയ്യുന്നത് നമുക്ക് 12-ന് 12-ാം തീയതി പൂർണ്ണചന്ദ്രൻ, ഫുൾ മൂൺ എന്ന് പറയും, ലീബ്ര സോഡിയാക് സൈനിലാണ് വരുന്നത്. ലീബ്ര എന്ന് പറയുന്നത് എയർ സൈനാണ്. 3 എയർ സൈൻസ് ആണ്: ജെമിനി, ലീബ്ര, എക്യൂറിയസ് ആണ്. കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസസ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ ഇഷ്യൂസ് വരാൻ അങ്ങനത്തെ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന മെർക്കുറിയാണ് അതിൻ്റെ ഒരു പ്ലാനറ്റായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ ഫുൾ മൂൺ കൊണ്ടുവരുന്നത്. ഈ ഫുൾ മൂൺ, ന്യൂ മൂൺസ് അല്ലെങ്കിൽ പോർട്ടൽസൊക്കെ നമുക്ക് വരുന്നത് നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചേഞ്ചസ് കൊണ്ടുവരാനും, ആ ദിവസങ്ങൾ ചേഞ്ചസ് നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് പെട്ടെന്ന് നടക്കും. ബ്ലെസ്സിങ്സും ഒക്കെ വരും. അതാണ് മെയിനായിട്ട് ഈ എനർജീസ് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന എനർജീസിന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരും. കൂടെ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റിലീസ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ എന്ത് രസത്തിലാണല്ലോ യൂണിവേഴ്സ് നമ്മളുടെ ഓരോ പ്ലാനറ്റ്സിനൊക്കെ വെച്ചിട്ടുള്ളത്. കാരണം മനുഷ്യന് ഒന്ന് ക്ലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ തരുന്നുണ്ട്, പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല. ചെയ്യുമ്പോൾ ഒരുപാട് ചേഞ്ചസ് വരും. ലെറ്റ്സ് ചെക്ക് എന്താണ് ഫുൾ മൂൺ കൊണ്ടുവരുന്ന മെസ്സേജസ്. ഈ ഒരു കാർഡ് നിൽക്കുന്നുണ്ട്, 2 കാർഡ്സ് ഉണ്ട് കേട്ടോ. നത്തിങ് യു വിൽ കം ഓഫ് ദി സിറ്റുവേഷൻസ്. നിങ്ങൾ ഇപ്പോൾ എന്ത് സിറ്റുവേഷനാണ് നിൽക്കുന്നത്, വളരെ ഡാർക്കറായിട്ടാണ് നിൽക്കുന്നത്. നോക്കൂ, ഡാർക്കറായിട്ടുള്ള മൂണ കാണിയും. വോയിഡ് ഓഫ് കോസ് മൂൺ എന്നാണ് പറയുന്നത്. ഫൈനൽ ഫെയറി ക്ലൈമാക്സ് അപ്രോച്ചസ്. ഫുൾ മൂൺ ഇൻ ഏരീസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തിലാണോ നിൽക്കുന്നത്, ഒരു സിറ്റുവേഷൻ വളരെ മോശമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചേഞ്ചസ് വരില്ല. നിങ്ങൾ അതിൽ നിന്ന് കടക്കണം, ഹീലിംഗ് എടുക്കണം. ഹീലിംഗ് എടുത്തേ മതിയാവൂ. അതാണ് പറയുന്നത്. നത്തിങ് വിൽ കം ഓഫ് ദി സിറ്റുവേഷൻസ് ആൻഡ് ഫയറി ക്ലൈമാക്സ് അപ്രോച്ചസ്. നമുക്കൊരു ക്ലൈമാക്സ് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ന്യൂ സ്റ്റാർട്ട് ഈസ് കമ്മിങ്. പുതിയ സ്റ്റാർട്ട് നമ്മുടെ ലൈഫിൽ വരുന്നുണ്ട്. നിങ്ങൾ നിൽക്കുന്ന കംഫേർട്ട് സോൺ, ഒരാൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് കടന്നു വരാൻ ശ്രമിക്കുക. അതിനുള്ള പവർ സ്ട്രെങ്ത് നമുക്കുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് വെച്ച് ബാക്കി യൂണിവേഴ്സ് നോക്കിക്കോളും. സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫേർട്ട് സോൺ. നോർത്ത് നോഡാണ് പറയുന്നത്. നിങ്ങൾ കംഫേർട്ട് സോണിൽ നിന്ന് കടന്നു കഴിഞ്ഞാൽ പുതിയ സ്റ്റാർട്ട് ലൈഫിലേക്ക് വരുന്നുണ്ട്. ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ. ഇനിയും ആക്ഷൻ എടുക്കാതെ പേടിച്ച് നിൽക്കുന്നവർക്ക് പറയുന്നത് ടൈം ടു ടേക്ക് ആക്ഷൻ എടുക്കൂ. നന്നായിട്ട് റിലാക്സ്ഡ് ആവും, സ്ട്രെസ്ഡ് ഔട്ട് ആകേണ്ട. നന്നായിട്ട് ടെൻഷൻ വരുമ്പോൾ അബ്ഡോമിനൽ ബ്രീത്തിങ് ചെയ്യുക. അബ്ഡോമിനൽ ബ്രീത്തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ വയറ് വീർക്കുന്നതായിട്ടും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയറ് ചുങ്ങുന്നതായിട്ടും. അതാണ് അബ്ഡോമിനൽ ബ്രീത്തിങ്. വളരെ ഹെൽപ്ഫുള്ളാണ്. വളരെ ടെൻഷനൊക്കെ വരുമ്പോൾ നിങ്ങൾ അബ്ഡോമിനൽ ബ്രീത്തിങ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഡൈഫറൊക്കെ ഇല്ലേ, അതൊക്കെ സ്ട്രെസ് റിലീസൊക്കെ ചെയ്ത് വളരെയധികം ചേഞ്ചസ് നിങ്ങൾക്ക് വരും. പെട്ടെന്ന് നിങ്ങൾ റിലാക്സ്ഡ് ആവും. അപ്പോൾ അബ്ഡോമിനൽ ബ്രീത്തിങ് എല്ലാവരും ചെയ്യുക കേട്ടോ. ടേക്ക് ടൈം ടു ബ്രീത്ത് ഔട്ട്. നിങ്ങൾ എന്താണോ ഇത്ര നാളായിട്ട് ഫേസ് ചെയ്യുന്നതൊക്കെ റിലീസ് ചെയ്യാൻ ശ്രമിക്കുക. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ റിക്വയർഡ്. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആവശ്യമാണ്. കമ്പാരിസൺ നിർത്തുക, ബാലൻസിലേക്ക് വരിക. സിറ്റുവേഷൻസ് ഇപ്പോൾ എന്താണെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാത്തിനും മാറ്റാൻ നോക്കാതെ എന്താണോ വരുന്നതിനൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുക. ഓക്കെ, ഇത് എനിക്ക് ഫേസ് ചെയ്യേണ്ട കാര്യമാണ്, ഞാൻ എടുത്തു വെച്ച കാര്യമാണല്ലോ കോൺട്രാക്റ്റ്, അതിൽ നിന്ന് റൺ ചെയ്യാതിരിക്കുക. ഫേസ് ഇറ്റ്. ഓക്കെ, ആൻസേഴ്സ് യു നീഡ് ആർ കമ്മിങ്. നിങ്ങൾക്ക് വേണ്ട ആൻസേഴ്സ് വരുന്നുണ്ട്. ഫുൾ മൂൺ ഇൻ ജെമിനിയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആൻസേഴ്സ്, ഉത്തരങ്ങൾ വരുന്നുണ്ട്. അത് കേൾക്കാതെ ചെവി അടച്ചിരിക്കരുത് കേട്ടോ. കോൺഫിഡൻസ് ഈസ് യുവർ കീ ടു സക്സസ്. നിങ്ങളുടെ ലൈഫിലേക്കുള്ള സക്സസ് നല്ല വെളിച്ചം വരുന്നുണ്ട് കേട്ടോ. സൂര്യപ്രകാശം എൻ്റെ കാർഡ്സും ക്ലൻസ് ആവുന്നുണ്ട്. കോൺഫിഡൻസ് ഈസ് യുവർ കീ ടു സക്സസ് എന്ന് പറയുന്നത് ന്യൂ മൂൺ ഇൻ ലീവ് ആണ്. ഈഗോ വേണ്ട, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. എന്താണോ നിങ്ങൾക്ക് വേണ്ട ഗോൾ, അതിലേക്ക് വർക്ക് ചെയ്യുക. പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് അതൊന്നും സെറ്റ് ചെയ്യാൻ അറിയുന്നില്ലെങ്കിൽ സബ് കോൺഷ്യസ് ഹീലിംഗ് കൊടുക്കാറുണ്ട്. നവംബറിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഒരുപാട് പേര് ചെയ്തു. ഫസ്റ്റ് ഡേ തന്നെ അവർക്ക് ബ്ലെസ്സിങ്സ് ആണ്. എനിക്ക് ഇന്നലെയും കൂടി വോയിസ് നോട്ട് വന്നു. ഫസ്റ്റ് ഡേ ചെയ്തിട്ടുള്ള മെഡിറ്റേഷൻസ്, ജോലി കിട്ടിയിട്ടും ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾക്കാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് സബ് കോൺഷ്യസ് ബിലീഫ് മാറ്റിക്കഴിഞ്ഞാൽ തന്നെയാണ് നിങ്ങളുടെ ലൈഫ് ലീഡ് ചെയ്യുള്ളൂ. എത്രയൊക്കെ ശ്രമിച്ചിട്ടും മാറ്റം വരുന്നെങ്കിൽ സബ് കോൺഷ്യസ്, നമ്മുടെ ഉപബോധ മനസ്സിൽ ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ കിടക്കുന്നുണ്ടായിരിക്കും. അതൊന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മാറി ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് പോകും. എന്ന് കരുതി നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ വരില്ല എന്നല്ല. അതിനൊക്കെ എന്താ പറയുക, അതിനൊക്കെ ഫേസ് ചെയ്യാനുള്ള കോൺഫിഡൻസ്, ക്ലാരിറ്റി, ട്രൂത്ത് നന്നായിട്ട് കിട്ടും. ഓക്കെ, യു ആർ ഗുഡ് ഇനഫ്. നിങ്ങൾ നല്ലതാണെന്ന് പറയുന്നത് ഫുൾ മൂൺ ഇൻ വിർഗോ ആണ് പറയുന്നത്. നിങ്ങൾ വളരെ നല്ലതാണ്, നിങ്ങൾ മോശമാണ്, ഇനി അത് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നിങ്ങളുടെ കർമ്മയാണ്, അത്രയേ ഉള്ളൂ. ഷോ ദ വേൾഡ് ദ റിയൽ യു. നിങ്ങൾ എന്താണോ അത് നിങ്ങളുടെ ലോകത്തേക്ക് കാണിച്ചു കൊടുക്കുക. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. ലാസ്റ്റ് കാർഡ് എടുക്കാം. കൺക്ലൂഷൻസ് ആർ വിത്തിൻ റീച്ച്. അതുപോലെ ഒരു കാർഡ് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ പാസ്റ്റ് നിങ്ങൾ ഹോൾഡ് ചെയ്യാതിരിക്കുക. പാസ്റ്റ് എന്താണ് സിറ്റുവേഷൻസ്, അതിനെ റിലീസ് ചെയ്ത്
നിങ്ങളുടെ പ്രസൻറ്റ് ലൈഫിലേക്ക് വരിക. ഫ്യൂച്ചറിലേക്കും പോകണ്ട, പാസ്റ്റിലേക്കും പോകണ്ട, പ്രസൻറ്റ് ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യും. ഇതാണ് മൂണോളജി കാർഡ്സ് വരുന്ന മെസ്സേജസ് കേട്ടോ. ഇനി നമുക്ക് ടാരോയും കൂടി എടുത്തിട്ട് കൺക്ലൂഡ് ചെയ്യാം. യെസ്, ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ അബണ്ടൻ്റ് ആവാനും റിച്ച് ആവാനും ഉള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. പ്രകൃതിയുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക. നിങ്ങളുടെ ഫെമിനിൻ എനർജി, നിങ്ങളുടെ മാസ്കുലിൻ എനർജി ബാലൻസ് ചെയ്യുക. ഞാൻ DMDF ബാലൻസിങ് എന്നുള്ളൊരു മെഡിറ്റേഷൻസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്വിൻ ഫ്ലെയിംസ് അല്ലാത്തവർക്കും നിങ്ങളുടെ DMൻ്റെ കേസ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ സോളിനെ ഫ്രണ്ടിൽ കൊണ്ടിരുന്ന് ചെയ്യുക. വളരെയധികം ചേഞ്ചസ് വരുന്നതാണ് കേട്ടോ. ഒരുപാട് പേര് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അതുപോലെ 8 ആണ് കാണിക്കുന്നത്. ബാക്കിലേക്ക് പോകാതിരിക്കുക. 9, 8 ആണ്. ബാക്കിലേക്ക് പോകുന്ന പോലെ ഫീൽ ചെയ്തു. 8 ഓഫ് സോഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കണ്ടോ, നിങ്ങളെ തന്നെ ഒരു എന്താ പറയുക, ഒരു ഇരുട്ടറയിലോ ജയിലിൽ വെച്ച് തടവറയിൽ വെച്ച പോലെയാണ്. നിങ്ങളുടെ ചിന്തകളിലാണ്. അതിൽ നിന്ന് കടന്നു വരാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. ഗ്യാപ്പുണ്ട്. അതുകൊണ്ട് ടൈറ്റായിട്ടല്ല ഈ ടൈ ചെയ്തേക്കുന്നത് ഈ റോപ്പ്. അപ്പോൾ അതൊക്കെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ട് അതിൻ്റെ എഫക്റ്റ് കടന്നു വരാൻ സാധിക്കും നിങ്ങൾക്ക്. കിങ് ഓഫ് വാൻസ് ആണ് അടുത്ത കാർഡ്. പാസ്റ്റ് ഹോൾഡ് ചെയ്യേണ്ട, പാസ്റ്റ് എന്തൊക്കെയുണ്ടോ വേദനിക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ്ലി റിലീസ് ചെയ്ത് കളയുക. ലെറ്റർ റൈറ്റ് ചെയ്ത് എപ്പോൾ വിഷമം വന്നാലും ഒരു പേപ്പർ എടുത്തിട്ട് യൂണിവേഴ്സിലേക്ക് ലെറ്റർ ചെയ്ത് സറണ്ടർ ചെയ്ത് വിടുക. അതിന് ശേഷം നിങ്ങൾ കത്തിച്ചോളൂ. അതിങ്ങനെ ഫോർമാറ്റ് ഒന്നുമില്ല. യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് എന്താണോ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ്ലി എഴുതി കീറിക്കളയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി സറണ്ടേർഡ് ആവും. നമ്മുടെ ഭാരം അവിടെ പോകും. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ പ്രാക്ടീസസ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് കാർഡ് എന്താണ് വരുന്നത്? വേൾഡ് കാർഡാണ്. നിങ്ങൾക്ക് കുറച്ച് ലെസൺസും എക്സ്പീരിയൻസസും ഒക്കെ ആവശ്യമാണ്. ആ ഒരു പാഠം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയിലേക്ക് ആവശ്യം. അതിനാണ് പാഠങ്ങൾ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ പഠിക്കുന്ന ഓരോ പാഠങ്ങളും നാളേക്ക് ആവശ്യമുള്ളതാണ്. അങ്ങനെ മനസ്സിലാക്കി ജീവിക്കുക. ഓക്കെ. ബോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ 10 ഓഫ് സോഡ്സ് അല്ലെങ്കിൽ 10 ഓഫ് വാൻസ് ആണ്. വളരെ ബർഡനായിട്ടും ഓവറായിട്ട് എല്ലാ കാര്യങ്ങളും തലയിൽ എത്തിപ്പോകുന്നൊരു പേഴ്സണാണ് കാണിക്കുന്നത്. വളരെ ബർഡനായി പോകുന്ന പേഴ്സണെ കാണുന്നുണ്ട്. നിങ്ങൾ അങ്ങനത്തെ ബർഡനിൽ നിന്ന് കടന്ന് നല്ലൊരു പ്രോപ്പറായിട്ടുള്ള ആക്ഷൻ എടുത്തിട്ട് കടക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നിൽക്കാതിരിക്കുക. സെൽഫ് ലവിലേക്ക് വരെ പോസിറ്റീവായിട്ട് പോകാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇത്രയും മെസ്സേജസാണ് ഫുൾ മൂൺ കൊണ്ടുവരുന്നത്. 7 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്ത് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യണം ഈ ഭാഗങ്ങളിൽ നിന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുക. ഡെഫിനറ്റായിട്ട് വർക്ക് ചെയ്യുക. പുറത്തെ കാര്യങ്ങളിലേക്ക് എന്തെങ്കിലും ഒരു സ്പെല്ല് ചെയ്തിട്ട് വർക്ക് ചെയ്യുക അങ്ങനെ വിചാരിക്കേണ്ട. നിങ്ങൾ ഇന്നവോക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് പെർമനൻറ്റ് റിസൾട്ട് വരുള്ളൂ കേട്ടോ. അതെപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ റീഡിങ്സോ ഹീലിങ്സോ ഡിസ്റ്റൻറ്റ് ഹീലിങ്സോ ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർ, ആകാശ റെക്കോർഡ്സ് റീഡ് ചെയ്യാനോ ആകാശ റെക്കോർഡ്സ് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഒക്കെ പെയ്ഡ് സെഷൻസ് ആയിരിക്കും. ക്രിസ്റ്റൽസോ അതുപോലെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ബ്രേസ്ലെറ്റ്സോ ചെയിൻസോ ഡിസൈഡ് ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണം, ക്രിസ്റ്റൽസ് ഓർണമെൻറ്റ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഓർഡർ ചെയ്ത് തരുന്നതാണ്. അതും പെയ്ഡ് ആയിരിക്കും കേട്ടോ. ഓക്കെ. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്ത് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ലീവ് ചെയ്യാം. നെഗറ്റീവായിട്ട് കമൻറ്റ് ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്യാറില്ല. ഞാൻ പറഞ്ഞതാണ്. പുതിയ ആളുകൾ വരുമ്പോൾ നമ്മുടെ വിഷമം നമ്മുടെ ഫ്രസ്ട്രേഷൻസും എവിടെ കൊണ്ട് കളയാതിരിക്കുക. അത് കർമ്മ ക്രിയേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അത് വായിക്കുമ്പോൾ ഒരു 5 പേര് വായിക്കുമ്പോൾ നിങ്ങളിലേക്ക് ആ എനർജി ശക്തമായിട്ട് വരുന്നതാണ്. അതാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസും സ്റ്റോറീസും ഒന്നും പോസ്റ്റ് ചെയ്യരുത് പറയുന്നത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ റിമൂവ് ചെയ്യാറുണ്ട്. കാരണം അത് അവർക്ക് മോശമായിട്ട് വരുന്നത്, എനിക്കൊന്നും പ്രത്യേകിച്ച് വരില്ല. ഓക്കെ. നമ്മുടെ ചാനൽ എപ്പോഴും പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്. ഓക്കെ. സോ താങ്ക് യു സോ മച്ച്. അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ ഫുൾ മൂണിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക, ഹീൽ ചെയ്യുക, ക്ലെൻസ് ചെയ്യുക. ഓൾറെഡി ഫുൾ മൂൺ എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നൊക്കെ വീഡിയോസ് മുന്നേ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇതൊക്കെ ഒന്ന് കണ്ട് നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യുക. ഓക്കെ. സോ താങ്ക് യു.